സജ്ജനങ്ങളെ, ഏവർക്കും ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം. കർക്കിടക വാവിൻ്റെ തലേന്നത്തെ ചിട്ടകൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കിയാലോ. പിതൃ പൂജയുടെ പുണ്യമായി ഒരു കർക്കിടക വാവ് കൂടി വന്നെത്തുകയാണ്. ഈ കർക്കിടക വാവിനും അതിൻ്റെ തലേ ദിവസവും ആചരിക്കേണ്ട ആത്മീയ തയ്യാറെടുപ്പുകളെക്കുറിച്ച് നോക്കാം. ശ്രാദ്ധത്തിന് 2 ഭാഗമുണ്ട്. 1 തലേന്നത്തെ ഒരിക്കലൂണ്, 2 ശ്രാദ്ധ ദിവസത്തെ കർമ്മം. ശ്രാദ്ധത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ശുദ്ധിയാണ്. ശാരീരിക ശുദ്ധി, ഭക്ഷണശുദ്ധി, മനഃശുദ്ധി, ദ്രവ്യശുദ്ധി, പരിസരശുദ്ധി, വ്രതശുദ്ധി തുടങ്ങിയ പല കാര്യങ്ങളും പാലിക്കേണ്ടതുണ്ട്. ഋതുകർമ്മത്തിന് തയ്യാറെടുക്കലാണ് തലേന്ന് എടുക്കേണ്ട ചിട്ടകൾ. ശ്രാദ്ധമൂട്ടുന്നവർ തലേന്ന് തന്നെ സ്ഥലത്തുണ്ടാവണം. അന്ന് മറ്റെങ്ങും പോകാറില്ല. പുറത്തുനിന്ന് ഭക്ഷണം പാടില്ല. പുറത്തു പോയാൽ കുളിച്ചേ അകത്ത് കയറാവൂ. വീടും പരിസരവും ശുചിയായിരിക്കണം. അതിരാവിലെ വീടും പരിസരവും അടിച്ചു തളിച്ച് ശുദ്ധിയാക്കിയ ശേഷം കുളിക്കാൻ പോകാം. കുളി മുങ്ങിക്കുളിയായിരിക്കണം. ഉടുത്ത വസ്ത്രങ്ങൾ മുക്കിയിരിക്കണം. തലേന്നത്തെ കുളിക്ക് എണ്ണത്തെ പാവാം. 2 നേരവും കുളിക്കണം. കുളി കഴിഞ്ഞാൽ ഭസ്മാദി ലേപനങ്ങൾ പാടില്ല. പഴയ വസ്ത്രം ഉടുക്കരുത്. ഈറനുണക്കി എടുക്കാം. ശുദ്ധമായ ശുഭ്ര വസ്ത്രമാണ് ധരിക്കേണ്ടത്. അശുദ്ധ വസ്തുക്കൾ സ്പർശിക്കരുത്. കുളിക്കാത്തവരെയും പഴകിയത് ഉടുത്തവരെയും തൊടരുത്. അടിച്ചു തളിക്കാത്തിടത്ത് ചവിട്ടുക പോലും അരുത്. മത്സ്യമാംസാദികൾ, മുരിങ്ങയ്ക്ക, ഉള്ളി ഇവ ഉപയോഗിക്കരുത്. തലേന്നത്തെ വെള്ളം ഉപയോഗിക്കരുത്. അന്ന് കോരിയെടുത്താവണം. തലേന്ന് തന്നെ പാത്രങ്ങൾ കഴുകി തുടച്ചും ചാണകം മെഴുകിയും ശുദ്ധമാക്കിയതാവണം. ഉഴുന്നു ചേർത്തതായ ഇഡ്ഡലി, ദോശ ഇവയും ഉള്ളി മൂപ്പിച്ച് ചേർത്ത കറിയും പാടില്ല. തലേന്ന് അരച്ചും കുഴച്ചും വെച്ച ഭക്ഷണം, തലേന്ന് അടിച്ചു വെച്ച പഴയ സത്ത് തുടങ്ങിയവ പാടില്ല. 1 നേരമേ ഉണ്ണാവൂ. രാത്രി ഭക്ഷണമില്ല. പുട്ട്, ഉപ്പുമാവ്, പഴങ്ങൾ ഇവ കഴിക്കാം. പുകയില, മുറുക്ക്, പുകയവലി ഇവ നിഷിദ്ധം. പകലുറക്കം, ചൂതുകളി, സിനിമ കാണൽ ഇവ പാടില്ല. കോപതാപാദികളുണ്ടാകുന്ന കാര്യങ്ങളിൽ ഏർപ്പെടരുത്. കുടുംബകലഹം, പരദൂഷണം, ശണ്ട ഇവ ഒഴിവാക്കണം. ശയനത്തിന് കിടക്ക ഉപയോഗിക്കരുത്. പായ ഉപയോഗിക്കാം. ഇതിൽ പലതും പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതാണ്. എന്നിരുന്നാലും കഴിയുന്നവ ആചരിച്ചാൽ നന്നായിരിക്കും. കർക്കിടക വാവിനെ കുറിച്ച് നമുക്ക് നോക്കാം. പോയ കാലം നമ്മെ കൈപിടിച്ച് നടത്തിയവർക്ക് ഒരു പിടി ചോർ, പിന്നെ ആ ഓർമ്മയ്ക്ക് ഒരു തുള്ളി കണ്ണീർ. നിങ്ങളെ നിങ്ങളാക്കിയ നമ്മളെ നമ്മളാക്കിയ ഈ ലോകത്ത് ജീവിക്കുവാൻ അവകാശം തന്നെ നമ്മളുടെ മരിച്ചുപോയ മാതാപിതാക്കൾക്കും പൂർവികർക്കും വേണ്ടി, ബന്ധുക്കൾ ആയവർക്കും അല്ലാത്തവർക്കും വേണ്ടി, സമസ്ത ജീവജാലങ്ങൾക്കും വേണ്ടി ഈ പ്രാർത്ഥന ചൊല്ലി സ്വല്പം പുഷ്പം, ഒരു മന്ത്രം, കുറച്ച് ജലം എന്നിവ ആത്മാർത്ഥമായി അർപ്പിക്കുന്നു. ഋതുബലിയുടെ പ്രാർത്ഥന തുടങ്ങുന്നത് ആ ബ്രാഹ്മണയോ യേ പൃഥുവംശ ജാതായ എന്ന് തുടങ്ങുന്ന ആ മന്ത്രത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ഈ ലോകത്ത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വംശത്തിൽ ജനിച്ചവരും ഞാനുമായി നേരിട്ടും അല്ലാതെയും ബന്ധമുള്ളവർക്കായും എൻ്റെ കഴിഞ്ഞ 2 ജന്മങ്ങളിലായി എൻ്റെ ദാസന്മാർ ആയവർക്കായും എന്നെ ആശ്രയിച്ചവർക്കും എന്നെ സഹായിച്ചവർക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഞാനുമായി സഹകരിച്ചവർക്കും ഞാൻ ആശ്രയിച്ച സമസ്ത ജീവജാലങ്ങൾക്കും ജന്തുക്കൾക്കും നേരിട്ടും അല്ലാതെയും എന്നെ സഹായിച്ച എല്ലാവർക്കും കഴിഞ്ഞ പല ജന്മങ്ങളായി ഞാനുമായി സഹകരിച്ച എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ അന്നവും പുഷ്പവും ജലവും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ കുലത്തിൽപ്പെട്ട് വേർപെട്ടു പോയ എല്ലാവർക്കും, എൻ്റെ അച്ഛൻ്റെ ഗുരുവിൻ്റെ ബന്ധുക്കളുടെ കുലത്തിൽ നിന്നും വേർപെട്ടു പോയ എല്ലാവർക്കും, കഴിഞ്ഞ കാലത്തിൽ പിണ്ടസമർപ്പണം സ്വീകരിക്കാൻ കഴിയാതിരുന്ന എല്ലാവർക്കും, മക്കളോ ഭാര്യയോ ഭർത്താവോ ഇല്ലാത്തത് കാരണം വിഷമിക്കേണ്ടി വന്ന എല്ലാവർക്കും, പലവിധ കാരണങ്ങളാൽ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാവർക്കും, പട്ടിണിയിൽ ജനിക്കുകയും ജീവിക്കുകയും മരിക്കുകയും ചെയ്ത എല്ലാവർക്കും വേണ്ടിയും, അടുക്കാൻ പറ്റാത്തവർക്കും വേണ്ടിയും, ആയുസ്സെത്താതെ മരിച്ചവർക്ക് വേണ്ടിയും, ഈ ലോകം കാണാനാകാതെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ മരിച്ചവർക്ക് വേണ്ടിയും, എൻ്റെ അറിവിൽപ്പെട്ടതും അറിയപ്പെടാത്തതുമായ ബന്ധുക്കൾക്കും വേണ്ടിയും,
ഇവർക്കെല്ലാം വേണ്ടിയും ഞാൻ ഈ പ്രാർത്ഥനയും അന്നവും ജലവും പുഷ്പവും സമർപ്പിക്കുന്നു. ഞാൻ ഈ ലോകത്തിലുള്ളതെല്ലാം ഇവരെ അവരുടെ ലോകത്തിൽ സന്തോഷിപ്പിച്ച് നിർത്തുന്നതിനായി സമർപ്പിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്നതായ എല്ലാ ജീവജാലങ്ങൾക്കും ഈ 7 ലോകത്തിലും അനേക ലക്ഷം വർഷം ഇവിടെ ഉണ്ടായിരുന്ന് ജീവിച്ചിരുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ പുഷ്പവും അന്നവും ജലവും അവരുടെ ആത്മാക്കളുടെ സന്തോഷത്തിനായി സമർപ്പിക്കുന്നു. അവർ അവരുടെ ലോകത്തിൽ സന്തോഷിച്ചിരിക്കുന്നതായും അവിടെ ഇരുന്ന് നമ്മളെ അനുഗ്രഹിക്കുന്നതിനായും ഞാൻ ഒരിക്കൽ കൂടി ഈ പുഷ്പവും ജലവും അന്നവും സമർപ്പിക്കുന്നു. ഇതാണ് നമ്മൾ ബാഹുബലിക്ക് എല്ലാ പിതൃബലിയായിട്ട് ഈ കർക്കിടക ആ സമയത്ത് ആ പ്രാർത്ഥന ചൊല്ലിയാണ് നമ്മൾ ബലിയിടുന്നത്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ ആ മന്ത്രത്തിൻ്റെ അർത്ഥമാണ് ഞാനിവിടെ വിശദീകരിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ. അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി ഒന്ന് സ്പർശിക്കുക. ഇതിഹാസങ്ങളിലെ മറ്റൊരു പൊരുളുമായി അടുത്ത വീഡിയോയിൽ വരുവരെ നന്ദി, നമസ്കാരം.